ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഒരു വ്യത്യസ്തമായ ഒരു വണ്ടിയായിട്ടാണ് വന്നുള്ളത്. ഇത് 84-ലുള്ള മാരുതിയുടെ SS80 എന്ന കാറാണ്. ആ കാലത്ത് അംബാസഡറും Fiat പത്മിനിയും തകർത്ത് വാഴുന്ന സമയമായിരുന്നു. ആ സമയത്താണ് മാരുതി ഇങ്ങനൊരു കാറിലേക്ക് എത്തുന്നത്. പിന്നെ കൂടാതെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ചെറിയൊരു കാറായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നത്. അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനും പാർക്ക് ചെയ്യാനും എല്ലാതും കൊണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് തീരെ ഓടാണ്ടെടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ വാഷിങ്ങും കൂട്ടത്തിൽ അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. കണ്ടറിയാൻ പറ്റും അതിൻ്റെ അഴുക്കൊക്കെ ഇത്രയും നാളായി കിടക്കുന്നത്. അതിൻ്റെ ഒരു പറമ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഞ്ചിൻ റൂമൊക്കെ ഒന്ന് നോക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ബാറ്ററി ടെർമിനൽ ഇപ്പോൾ ഊരിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോ ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഡോട്ട് 3 എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ ഫ്ലൂയിഡാണ് വരുന്നത്. അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ 5.1 വരുന്നുണ്ട് ഡോട്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും റിയർ ഡ്രമ്മും ആണ് വരുന്നത്. പിന്നെ മാത്രമല്ല അതിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ടാൻഡം മാസ് എന്ന് പറഞ്ഞ സിലിണ്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 2 ഡ്യുവൽ പിസ്റ്റണുള്ള ടൈപ്പ് സിലിണ്ടറാണ് വരുന്നത്. ഇപ്പോൾ ബാറ്ററി കണ്ടീഷനാണ്. ഇനി കാണുന്നത് ഇതിൻ്റെ ഓയിലിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ്. ഇത് പ്ലഗിൻ്റെ കേബിളാണ്. പിന്നെ റേഡിയേറ്റർ ക്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വാഷിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കേട്ടോ. ഇതിൽ വരുന്നത് നിങ്ങൾക്കറിയാലോ, ഇതിന് AC വരുന്നില്ല. AC-ക്ക് ഫാൻ വരുന്നുണ്ട്. AC ഓപ്ഷൻ ഇല്ല. ഫാൻ 3 ഓപ്ഷനാണുള്ളത് ഇതിനകത്ത്. സ്പീഡ്, പിന്നെ സർക്കുലേഷൻ മോഡ് ഉണ്ട്. നോർമലി AC-യുടെ ഫ്രണ്ടിലേക്കും വിൻഷീൽഡിലേക്കും വരാനുള്ള 2 ഓപ്ഷൻ. പഴയ സീരീസിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ചോക്ക്, പിന്നെ ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ വരുന്നുണ്ട്. ഇതാണ് ചോക്ക് ലിവർ, ഇത് സിഗരറ്റ് ലൈറ്റർ. നോർമലി 2 വൈപ്പർ, ഫാൻ്റെ മോട്ടറും ഇത് അതിൻ്റെ വൈപ്പർ വരുന്നത്. 3 ഓപ്ഷനാണുള്ള വൈപ്പർ. സ്പീഡ് 2 സ്പീഡ് മാത്രമാണ് വൈപ്പറിൽ. പിന്നെ പഴയ മോഡലിലെ പോലെ ഇതാണ് ഇതിൻ്റെ ഹസാർഡ് സ്വിച്ച് വരുന്നത്. ഹസാർഡ് ഇതിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഓഫ്. അതുപോലെ തന്നെ വരുന്നത് ഫ്ലോർ ഗിയറാണ്. ഫ്ലോർ ഗിയറിൽ ഫോർവേഡ് 4 ഗിയറും റിവേഴ്സാണ് ഒന്ന് വരുന്നത്. നോർമലി സാധാരണ 800 നിങ്ങൾ ഉപയോഗിച്ചുള്ള സെയിം സീരീസ് പോലെ തന്നെ വരുന്നത്. മറ്റേ കുറച്ച് സെൻട്രൽ കൺസോളും കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതാണ് 2 സൈഡിൽ ഫോണിൻ്റെ സ്വിച്ച് വരുന്നത്. കൂടാതെ ഇതിൻ്റെ ക്ലസ്റ്ററിൽ വരുന്നത് നമുക്ക് 3 ഓപ്ഷൻ. ഒന്ന് സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ്, ടെമ്പറേച്ചർ. ഇതിലിപ്പോൾ ടെമ്പറേച്ചർ വർക്ക് ചെയ്യണില്ല. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ സ്വിച്ച് വീട്ടിലാണ്. പിന്നെ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഇൻഡിക്കേഷനും ബാറ്ററി സ്റ്റാറ്റസും കാണിക്കും. ഇത് വൈപ്പറും
ഇത് വൈപ്പർ നമ്മുടെ നോർമലി ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് സാധാരണ മാറി കയറ്റുന്നത് പോലെ തന്നെയാണ്. ആ ഒരു കാലത്ത് ഇത്രയും ചെറിയ വണ്ടി ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 15 അംബാസഡറൊക്കെ നിരത്തിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 800 വന്നത്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് തന്നെയായിരുന്നു. നമ്മൾ ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിയായ മാരുതിയും പിന്നെ ജപ്പാൻ കമ്പനിയായ സുസുക്കിയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് മേക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി 1983 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് 1984 മോഡൽ വെഹിക്കിൾ. ഇത് ഓൺ റോഡ് പ്രൈസ് ആ ടൈമിൽ 48,000 രൂപയായിരുന്നു ഈ കസ്റ്റമർ മേടിക്കുമ്പോൾ. നമുക്ക് എന്തായാലും ഇതിലുള്ള ചെറിയ ഫ്യൂച്ചേഴ്സും വർക്കിംഗ് ഒക്കെ ഒന്ന് കാണാം. അടുത്തത് നമ്മൾ ക്ലസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കീ വരുന്നത്, കീ ഓൺ ആക്കാം. അപ്പോൾ വരുന്നത് മൊത്തം 2 ലൈറ്റാണ് വരുന്നത്, വാർണിംഗ് ലാമ്പ്. ഒന്ന് ഓയിലിൻ്റെ പ്രഷറിൻ്റെ ആണ് സൂചിപ്പിക്കുന്നത്, ഒന്ന് ബാറ്ററിയുടെ സ്റ്റാറ്റസും. അതായത് ബാറ്ററി ചാർജിങ് ലെവൽ കുറഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ ഓൺ ആവും, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. ഇതുപോലെ തന്നെ ഓയിലിൻ്റെ. പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഒന്ന് ഫ്യൂവലിൻ്റെ, ലെഫ്റ്റിൽ കാണിക്കുന്ന ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനും റൈറ്റിൽ വെഹിക്കിളിൻ്റെ ഹീറ്റുമാണ് കാണിക്കുന്നത്. ഇനി ഇതാണ് നോർമലി ഇതിൻ്റെ സ്പീഡോമീറ്റർ. ഇതിൽ 140 ടോപ്പ് സ്പീഡ് വരുന്നത്. കൂടാതെ ഇതിനകത്ത് ട്രിപ്പ് കണ്ടോ, ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ഇല്ല. പുതിയ കാറുകൾ പോലത്തെ ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ 1 lakh കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും തിരിഞ്ഞ് 0 എന്നാണ് വെഹിക്കിൾ സ്റ്റാർട്ട് ആവാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം പറയുകയാണെങ്കിൽ ഇതിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. ആ കാലഘട്ടത്തിൽ ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്ക് കൊടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ സിലിണ്ടർ കണ്ടോ, ഡുവൽ പിസ്റ്റൺ ടൈപ്പ് സിലിണ്ടർ തന്നെ. ഇത് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയും ഇതിന്. ഈ സംഭവം ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഈ വണ്ടിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടും. പിന്നെ ഈ റേഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള പത്മിനി അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ സിംഗിൾ മാസ്റ്റർ സിലിണ്ടർ വന്നിരുന്നത്. ഡുവൽ മാസ്റ്റർ സിലിണ്ടർ ആകുമ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ആ ടൈമിൽ ഈ വണ്ടിക്ക് കിട്ടിയത്. നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു ലിവറുണ്ട്, ഇത് കണ്ടോ, ഇത് പിടിച്ച് കളിക്കും, ഓപ്പൺ ആയിട്ടുണ്ട്. വേണ്ട, ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊക്കാം. ഓ, ഇതാണ് എൻജിൻ റൂം. പിന്നെ ഇതിന് എൻജിൻ വരുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. 796 cc 39 bhp ഉള്ള എഞ്ചിനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ജാക്കും അതിൻ്റെ ലിവറും ഉണ്ടോ, പഴയ മോഡലിലെ 800 ഇതുപോലെയാണ് വരുന്നത്. ജാക്കിൻ്റെ ലിവറും വേണം, ലിവർ. പിന്നെ എഞ്ചിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് വരുന്നത് 2 ടോർക്ക് കോഡ് വരുന്നത്, അപ്പർ ടോർക്ക് കോഡ്. ഇതൊരു ടോർക്ക് കോഡ്, ഇവിടെ ഒരു ടോർക്ക് കോഡ്, 2 ടോർക്ക് കോഡ് വരുന്നത്. എഞ്ചിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള മൂവ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ വരുന്നത് മിക്കുനി കാർബറേറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ അടിയിലാണ് ഈ കാർബറേറ്റർ വരുന്നത്. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു നിശ്ചിത സ്പീഡ് വരെ നോർമലി ത്രോട്ടും, അത് കഴിഞ്ഞതിൽ അടുത്തൊരു ത്രോട്ടിലാണ് ഓപ്പൺ ചെയ്യുക. നോർമലി 2 ത്രോട്ടിൽ വാൾവാണ് ഇതിന് വരുന്നത്. ബാക്കിയുള്ള 15 ആ സീരീസ് അംബാസഡറിൻ്റെ സിംഗിൾ ത്രോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആ സമയത്ത് ഉള്ള ഒരു കാർബറേറ്ററാണ് വരുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ആ കാലങ്ങളിൽ നമുക്ക് മറ്റുള്ള അംബാസഡർ 10 ഈ സെൻട്രൽ കാണുന്ന ഈ മിറർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 800 അന്നത്തെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ മിറർ റൈറ്റ് സൈഡിൽ മാത്രം മിറർ അവർ കൊടുത്തിരുന്നു. മിററും ഈ കാണുന്ന ഏരിയയിലും ഇതൊന്ന് സെയിം സ്റ്റോക്ക് കണ്ടീഷൻ, സ്റ്റോക്ക് പാർട്ടാണ് ഈ രണ്ടും വരുന്നത്. മറ്റുള്ള അംബാസഡർ 10 റിയറിൽ മാത്രം, അതായത് സെൻട്രലിലുള്ള മിറർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ലിവർ ഉണ്ട്, കണ്ടോ, ലിവർ ഇങ്ങനെ വലിച്ച് അപ്പുറത്തുണ്ട് ലിവർ, അപ്പുറത്ത് വലിച്ചേണ്ട എൻ്റെ സൈഡിലും വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതിങ്ങനെ ഫോൾഡായി. ഉള്ളായിട്ട് ഇതിൽ അത്യാവശ്യം കൂടുതൽ ലഗേജൊക്കെ വെക്കാൻ പറ്റും. ലോക്ക്. പിന്നെ അതുപോലെ തന്നെ ആ ടൈമിൽ ഈ ഒരു വെഹിക്കിളിന് ഫ്രണ്ടിൽ ബക്കറ്റ് സീറ്റ് വരുന്നത്, അതായത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 2 സീറ്റ് വരുന്നത്. ഇത് ഈ ഒരു റേഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള പത്മിനി അങ്ങനത്തെ മോഡൽ വെഹിക്കിളിനൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സീറ്റാണ് വന്നിരുന്നത്. ഫ്രണ്ടിൽ ഒറ്റ സീറ്റാണ്, അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഫിക്സഡ് സീറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സീറ്റുമാണ്. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ബാക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലായിട്ട് മുന്നോട്ട് നിൽക്കാനൊക്കെ ചെയ്യും. കൂടാതെ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിനകത്തൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. കൂടാതെ അല്ലാതെ അടിയിൽ ഒരു ലഗേജിൻ്റെ ഒരു ട്രേയും വരുന്നുണ്ട്.
ഇപ്പോൾ നോർമലി നമുക്ക് ആവശ്യമുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ വേണ്ടി ഒരു ട്രൈ വരുന്നുണ്ട്. ഇനി പഴയ മോഡൽ വെഹിക്കിളിനൊക്കെ ഡോറിൻ്റെ സ്റ്റോപ്പർ ഉണ്ടല്ലോ, ഡോറിൻ്റെ സ്റ്റോപ്പറും അതിൻ്റെ ഹിഞ്ചും ഇതൊക്കെ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ ഒരു സ്റ്റോപ്പറും ഹിഞ്ചും സെപ്പറേറ്റ് ആയിട്ട് വരാം. ഇത് സ്റ്റോപ്പറും ഹിഞ്ചും ഒരു സ്പ്രിംഗ് ടെൻഷൻ ആയിട്ട് കൊടുത്തുള്ളതുണ്ടോ. അപ്പോൾ പഴയ മോഡലിനൊക്കെ ഇതുപോലെ വരാം. ഇതൊക്കെ കംപ്ലൈൻറ്റാണ്, അതായത് ലൂബ്രിക്കേഷൻ ഇല്ലാണ്ടുള്ളൊരു നോയ്സാണിത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഡിക്കിയാണ്. എത്ര വണ്ടിയിലെ പോലത്തെ ഇതാണ് കീയേൻ്റെ വരുന്നത്. ഇത് ഏകദേശം തേഞ്ഞൊരു ലെവലായിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. റൈറ്റിലോട്ട് പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. കണ്ടോ, ഇതിന് മാത്രമാണ് ആ സമയത്ത് ഈ ഡിക്കി ഗ്ലാസ് മാത്രം ഓപ്പൺ ചെയ്യാനൊരു ഉള്ള ടൈപ്പ് വന്നത്. മറ്റുള്ളതിനൊക്കെ പാനലടക്കാണ് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുക. ഇതിന് ഗ്ലാസ് പോലെ. പക്ഷേ വലിയൊരു എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഗേജൊക്കെ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത്രയും ഹൈറ്റ് കൂടെ വരുന്നത് കാരണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. ഇതിന് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇത് സ്പെയർ വീലിൻ്റെ സ്പേസ്, അത്യാവശ്യം ലഗേജ് വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ചെറിയൊരു കാറായ കാരണം.